വെഞ്ചാമര കയ്യാലെൻ്റെ കണ്ണീരാട്ടാൻ വാ. ലല്ലലാലേ ലാലേ ലാലേ ലലലാലേ ലാ. പ്രഭാതങ്ങൾ പോലെ നിറഞ്ഞിടും നീ മനതാരിൽ ലലലായി വിരിയേണം. ഒരു പാലാഴി പോലെന്നിൽ നീ അമൃതമായി അഭയമായി ജനനി നീ എന്നില്ലേ. എനിക്കാണെങ്കിലും അമ്മയെക്കുറിച്ചുള്ള പാട്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ആവും. അത് പാടി കഴിയുമ്പോൾ എനിക്ക് കരച്ചിലേക്ക് വരും. ഇപ്പോഴൊക്കെ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും പാട്ട് പാടിയിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്ന വാക്ക് പാട്ടിലൊന്ന് നമ്മൾ അറിയാണ്ടൊരു വിറവൽ വരും. അതെ അതെ, നമ്മൾ സ്വയം ആസ്വദിച്ച് പാടുമല്ലോ. പാടുമ്പോൾ അങ്ങനെ അങ്ങനത്തെ വാക്ക് അമ്മ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവും. അപ്പം എനിക്ക് അങ്ങനെ അങ്ങനത്തെ പാട്ടുകൾ, എനിക്ക് പൊതുവെ സങ്കട പാട്ടുകൾ പാടാൻ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ പക്ഷെ അമൃതമായി സങ്കടപ്പാട്ടല്ല, അമ്മയെക്കുറിച്ചുള്ളൊരു സ്നേഹത്തിന്റെ സ്നേഹ കൂടുതലിന്റെ പാട്ടാണത്. അതെ. അപ്പോൾ എനിക്ക് ആ പാട്ടിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു, സിനിമയോടും സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ, ശീലാമ്മ, അങ്ങനെ പടം കണ്ടിഷ്ടപ്പെട്ടാണ് ഈ പാട്ടിലേക്ക് ആദ്യം എത്തുന്നത്. പിന്നെ ഒബ്വിയസ്ലി രാജാ സാർ, അതൊരു ഫാക്ടറാണ്. പിന്നെ ഹരിജി, എല്ലാം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം രാജാ സാർ ഉള്ളതുകൊണ്ടും ഹരിജി ഉള്ളതുകൊണ്ടും ആ പടം ഇഷ്ടമുള്ളതുകൊണ്ടും അമ്മ എന്നുള്ളൊരു ഫാക്ടർ അതിലുള്ളതുകൊണ്ടും എല്ലാം കൂടെ കൂടി ചേർന്നപ്പോൾ ആ പാട്ടിനോട് എന്തോ ഒരു ഭയങ്കര അടുപ്പം തോന്നി. പിന്നെ അപ്പം എൻ്റെ കംഫർട്ടബിൾ റേഞ്ചിന് പറ്റിയ പാട്ടുമാണെന്ന് തോന്നിയതുകൊണ്ട് അത് സെലക്ട് ചെയ്താണ്.